ചേട്ടാ, നമ്മളിന്ന് സംസാരിച്ചപ്പോഴേ ഈ 18ാം ലോക്സഭയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞില്ലേ ലോക്സഭയിലെ പ്രതിപക്ഷ എം പിമാർ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പകുതിയായി പോകുന്നു. തമാശയ്ക്ക് പറഞ്ഞാണോ അതോ അതിനകത്തൊരു കാര്യമുണ്ടോ? ആശയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 136 എം പിമാർ ചിലപ്പോൾ എം പിമാരല്ലാതെ ആയിക്കോന്നൊരു സംശയം എനിക്കുണ്ട്. അയ്യോ, ഞെട്ടിപ്പിക്കുന്ന. അതായത് എൻ്റെ കയ്യിൽ ഒരു കടലാസുണ്ട്. ഇതിപ്പോൾ കാണിക്കാം, പ്രേക്ഷകരെ കാണിക്കാം. അത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മെയ് 2-ാം തീയതി ഇറക്കിയ ഒരു കമ്മ്യൂണിക്കെയാണ്. അതായത് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ചെയർപേഴ്സൺ ഓഫ് ഓൾ നാഷണൽ സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ചെയർപേഴ്സൺസിന് അയച്ച ഒരു കത്താണ്. എൻ്റെ സബ്ജക്റ്റ് പറയുന്നു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, registering of voters for post-election beneficiary-oriented schemes by getting pamphlets or form filled or conducting surveys for the same purpose through forms or digitally. അതായത് വോട്ടർമാരെ ഇലക്ഷന് മുമ്പ് വിവിധ സ്കീമുകൾ വ്യക്തമാക്കി വാഗ്ദാനങ്ങൾ ചെയ്യുന്ന ലഘുലേഖകൾ, അപേക്ഷാ ഫോറങ്ങൾ പൂരിപ്പിച്ച് വാങ്ങുന്നത്, നിങ്ങൾക്ക് കുറേ ആനുകൂല്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞ് സർവേകൾ നടത്തുന്നത്, അത് അച്ചടിച്ച ഫോറങ്ങൾ വഴിയോ ഡിജിറ്റലിയോ നടത്തുന്നത് വിലക്കുന്നത് സംബന്ധിച്ചാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ കമ്മീഷൻ ഡ്യൂറിങ് ഓൺഗോയിങ് ഇലക്ഷൻസ്, അതായത് ഇപ്പോൾ നടക്കുന്ന ഇലക്ഷനുകളെ സംബന്ധിച്ച്, ഹാസ് കം അക്രോസ് ഇൻസ്റ്റൻസസ് വെയർ സം പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ് ഹാവ് ബീൻ എൻഗേജിങ് ഇൻ ആക്ടിവിറ്റീസ് that blur the lines between legitimate surveys and partisan efforts to register individuals for beneficiary-oriented schemes and individual benefits under the guise of conducting surveys or creating awareness about the existing schemes of the government or creating awareness about the party manifesto regarding prospective individuals' benefit schemes, etc. Some illustrative examples have come to the notice of the Commission during the recent Assembly elections and ongoing Lok Sabha elections. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആന്ധ്ര, അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഒപ്പം ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കാലത്തും ചില പാർട്ടികൾ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ചില സ്കീമുകൾ, ചില ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞ് രേഖകൾ വോട്ടർമാർക്ക് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഇത് ഇലക്ഷൻ നിയമത്തിൻ്റെ ജനപ്രാതിനിധ്യ നിയമത്തിലെ 123-ാം വകുപ്പ് അനുസരിച്ച് തെറ്റാണ്, നിയമവിരുദ്ധമാണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ കത്തിലൂടെ രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചിരിക്കുന്നത്. എന്നാണ് അറിയിച്ചിരിക്കുന്നത്? മെയ് 2-ാം തീയതി. അതിനകത്ത് കമ്മീഷൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ചെയ്യരുതെന്നല്ല. ചില രാഷ്ട്രീയ പാർട്ടികൾ അവർ അധികാരത്തിൽ വന്നാൽ ചില ബെനിഫിഷ്യറി സ്കീംസ്, ചില ആനുകൂല്യങ്ങൾ നടപ്പാക്കും, ചില സ്കീമുകൾ നടപ്പാക്കും എന്നൊക്കെ ജനങ്ങൾക്ക് രേഖാമൂലം നൽകുന്നതായി ഈ നിയമസഭ, ലോകസഭ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്നാണ്. ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഭവിച്ചു, കഴിഞ്ഞു, ചെയ്യാൻ പാടില്ല എന്നല്ല, സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മെയ് 2-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കത്ത് കൊടുത്തു. പതിവ് പോലെ നമ്മുടെ നാട്ടിൽ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. പകരം നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് മഹാലക്ഷ്മി സ്കീം എന്ന പേരിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ, അല്ലെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും 1 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കുമെന്നുള്ള വാർത്തകൾ നമ്മുടെ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ കത്ത് വഴി നിയമവിരുദ്ധമാണെന്ന് ഓർമ്മിപ്പിച്ച പ്രക്രിയ 136 മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെ ഉൾപ്പെടെയുള്ള NDA സ്ഥാനാർത്ഥികൾ, ആളുകൾക്ക് തങ്ങൾ ജയിച്ചു വന്നാൽ, മുന്നണി ജയിച്ചു വന്നാൽ എന്നല്ല, അതാണ് വ്യത്യാസം, ആ വ്യക്തി ജയിച്ചു വന്നാൽ 1 ലക്ഷം രൂപ വീതം നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. അതിന് ബോണ്ട് കത്തി കൊടുത്തിരിക്കുന്നത് പറയുക ത്രൂ ഫോംസ് ഓർ ഡിജിറ്റലി കൊടുക്കുന്നത് വിലക്കുകയാണ് കമ്മീഷൻ. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? ഡിജിറ്റലി മാത്രമല്ല, അച്ചടിച്ച
പ്രോമിസറി ബോണ്ടുകൾ കൊടുത്തു. നിയമലംഘനം നടന്നു. അപ്പോൾ എന്താ, നിശ്ചയമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തി വിലക്കി നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ ഒരു പ്രക്രിയ നടന്നിരിക്കുന്നു. ഇത് ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴാണ് ചൂണ്ടിക്കാണ്ടിയത്? മെയ് 2. അപ്പോൾ 3-4 ഘട്ടമൊക്കെ കഴിഞ്ഞ് മെയ് 2, അതായത് ഇലക്ഷൻ പ്രക്രിയ ആരംഭിച്ച് 3-4 ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടെത്തുകയും രാഷ്ട്രീയ പാർട്ടികൾ വാൺ ചെയ്യുകയും ചെയ്തു. ഇതാണ് പ്രസക്തമായ കാര്യം. അപ്പോൾ 136 സീറ്റുകളിൽ ഇത്തരം മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ 1 ലക്ഷം രൂപ വീതം സ്ത്രീകൾക്ക് കൊടുക്കുമെന്നുള്ള ബോണ്ട് വിതരണം ചെയ്തിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 123-ാം വകുപ്പ് ലംഘിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലാണ് ഡൽഹിയിലെ അഭിഭാഷകനായ വിധോർ ആനന്ദ് ഇതിനെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. വിധോർ ആനന്ദ് രാഷ്ട്രപതിക്ക് ഒരു പരാതി കൊടുത്തു. ഇത് നഗ്നമായി ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ ലംഘിച്ചിട്ടാണ് ഈ 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് രാഷ്ട്രപതിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ബോണ്ടിൻ്റെ എന്താ വിഷ്വൽസ്? ബോണ്ടിൻ്റെ അല്ല, ഈ ബോണ്ടും പിടിച്ചുകൊണ്ട് ബാംഗ്ലൂരിലും ഡൽഹിയിലും ലക്നൌവിലുമൊക്കെ സ്ത്രീകൾ, അതായത് ബുർഖ അണിഞ്ഞ സ്ത്രീകൾ വരെ ക്യൂ നിൽക്കുന്നത്, അതിൻ്റെ വിഷ്വൽസ് വാർത്ത ഒക്കെ സഹിതമാണ് കൊടുത്തത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്ന വിധത്തിൽ നിയമം പറയുന്നത് ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഗിഫ്റ്റുകൾ, പണം, സമ്മാനം, വാഗ്ദാനം ഇതൊന്നും കൊടുക്കാൻ പാടില്ലെന്നാണ് 123-ാം വകുപ്പ് പറയുന്നത്. ഇത് ലംഘിച്ച് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളും അതും ഡോക്യുമെൻ്റായിട്ട് പ്രോമിസറി നോട്ടിൻ്റെ ബോണ്ടിൻ്റെ രൂപത്തിൽ കൊടുത്തു എന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെ വിധോർ ആനന്ദ് ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പമാണ് ഈ നോട്ടിഫിക്കേഷനുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ മെയ് 2 തന്നെ ഈ വിധോർ ആനന്ദ് പറഞ്ഞത് ശരിയാണെന്ന് ഉറപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് വിധോർ ആനന്ദ് പരാതി കൊടുത്തു. ഒന്നും സംഭവിച്ചിട്ടില്ല. രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കും. ഇലക്ഷൻ കമ്മീഷനും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സ്ഥാനാർത്ഥി ജയിച്ചു, സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷന് ഒരു റോളും ഇല്ല, നോ റോൾ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സഹായിച്ചിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ 136 മണ്ഡലങ്ങളിൽ തോറ്റുപോയ സ്ഥാനാർത്ഥി, BJP ആവട്ടെ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയാവട്ടെ, ഒരു സ്വതന്ത്രനാവട്ടെ, ഇതെല്ലാം കൂടെ കാണിച്ച് ഒരു ഇലക്ഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുക. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടെ, അതായത് ഇലക്ഷൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള ഇലക്ഷൻ കമ്മീഷൻ ഇത് ശരിവെക്കുന്നുണ്ട്, ചില പാർട്ടികൾ ഇങ്ങനെ ചെയ്യുന്നതായി കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് കത്തയച്ചിരിക്കുന്നത്. അതൊരു ഡോക്യുമെൻ്റാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. രാജ്യത്തെ ഭരണഘടനയാൽ ഉണ്ടാക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയും ഹൈക്കോടതിയും അങ്ങനെ രാജ്യത്തെ ഭരണഘടനയാൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള, അധികാരങ്ങളുടെ കാര്യത്തിൽ കുറവുണ്ടെങ്കിലും സ്റ്റാറ്റസിൻ്റെ കാര്യത്തിൽ ഭരണഘടനാ പദവിയുള്ള ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ ഒരു സ്ഥാപനം ഇത് സംബന്ധിച്ച് ഇറക്കിയിരിക്കുന്ന ഒരു വാർണിംഗ് ലെറ്റർ കയ്യിലുണ്ട്. ഇതുകൂടെ കോടതിയിൽ ഹാജരാക്കി തോറ്റുപോയ ഒരു സ്ഥാനാർത്ഥി ഒരു ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്താൽ അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ കത്ത്. വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഇത് ഈ യഥാർത്ഥത്തിൽ വലിയ വാർത്തയാവേണ്ടതാണ്. മെയ് 2 ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയ ഈ കത്ത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിട്ടും നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല. ഇപ്പോൾ BJP ആണ് ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിരുന്നെങ്കിലും ഇതാണ് കത്തിച്ചേനെ അവർ. അപ്പോൾ ഞാൻ പറയുന്നത്, പക്ഷേ ഇതുകൊണ്ട് 136 MPമാരെ ബാധിക്കും. 136 MPമാരുടെ മണ്ഡലങ്ങളിൽ ഇങ്ങനെ നടന്നു റിസൾട്ടിനെ ബാധിച്ചേക്കാം. പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് പിണറായി സർക്കാർ 3 വർഷം പൂർത്തിയാക്കി. 2 മാസമായില്ല കെ ബാബു തൃപ്പൂണിത്തുറയിൽ ജയിച്ചതിനെതിരെ M സ്വരാജ് കൊടുത്ത ഇലക്ഷൻ കമ്മീഷൻ്റെ വിധി വന്നിട്ട്. അപ്പം ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഇലക്ഷൻ പെറ്റീഷൻ പരിഗണിക്കുന്ന ആദ്യത്തെ കോടതിയായ ഹൈക്കോടതിയിൽ നിന്ന് അതിൻ്റെ വിധി വരാൻ 3 വർഷം എടുക്കും. പിന്നെ അത് സുപ്രീം കോടതി പോകും. സ്വരാജ് സുപ്രീം കോടതി പോയാൽ അവിടുത്തെ വിധി വരാൻ മിനിമം ഒരു 3 വർഷം എടുക്കും. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സർക്കാർ വന്നു കഴിയും. അപ്പോൾ ഒരുപക്ഷെ ഇതായിരിക്കും നിർഭാഗ്യവശാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ഹാൻഡിക്യാപ്പ്, ദൗർബല്യമാണ്. ഈ ഇലക്ഷൻ പെറ്റീഷനുമായിട്ട് പോയാൽ അത് ഒരുപാട് സമയമെടുക്കും. ഈ പറഞ്ഞ MPമാരുടെ 136 MPമാർ അസാധുവാകുമോ എന്ന് ചോദിച്ചാൽ അതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. ചിലപ്പം ഒരു 3 വർഷം കഴിഞ്ഞായിരിക്കും ഹൈക്കോടതിയിൽ വിധി വരുന്നത്. അതിന് മുകളിൽ അപ്പീൽ പോകാം. അപ്പീലിൽ ഈ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാം. പക്ഷേ ഇതൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. നഗ്നമായി നമ്മുടെ തിരഞ്ഞെടുപ്പ് നിയമം ലംഘിച്ച് രാജ്യത്തെ ഏറ്റവും പഴയ പാർട്ടിയായ കോൺഗ്രസ്
ജനവിധിയെ അട്ടിമറിക്കാൻ പണം, പ്രലോഭനം, അതിന് കൈക്കൂലി കൊടുക്കാന്ന് പറയാം. 123 വകുപ്പ് പറയുന്ന ബ്രൈബ് എന്ന് തന്നെയാണ് പറയുന്നത്. കൈക്കൂലി എന്നല്ല, കൈക്കൂലി കൊടുത്ത് ജനങ്ങളെ സ്വാധീനിച്ച് ജോർജ് സോറോസിൻ്റെ ഒക്കെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ജനങ്ങൾക്ക് കൈക്കൂലി കൊടുത്ത് പറ്റിച്ചുകൂടെ നേടിയ ഒരു വിജയമാണ് 136 സീറ്റിലേത്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പരാജയം. 136 പേർ ഒരുപക്ഷെ അവർ അയോഗ്യരാണെന്ന് ഒരു വിധി വരുമ്പോഴത്തേക്കും ഈ പാർലമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു പോയാലും അത്ഭുതത്തിന് വകയില്ല. പക്ഷെ വേറെ വഴിയുണ്ട്. വേണം കേരളത്തിലുൾപ്പെടെ മന്ത്രിമാർക്കും പൊതുപ്രവർത്തകർക്കും എതിരെയുള്ള കേസുകൾ പരിഗണിക്കാൻ. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് ഒരു സ്പെഷ്യൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുണ്ട്. MLA-മാരെ MP-മാരെ തുടങ്ങിയ ആളുകളുടെ ജനപ്രതിനിധികൾക്കെതിരെയുള്ള കേസുകൾ പ്രത്യേകം മറ്റ് കേസുകളുടെ കൂടെ ഇടാതെ പെട്ടെന്ന് വിചാരണ ചെയ്ത് തീർപ്പ് കൽപ്പിക്കാനുള്ളൊരു കോടതിയുണ്ട്. അതുപോലെ ഇലക്ഷൻ പെറ്റീഷനുകൾ കേൾക്കാൻ ഒരു പ്രത്യേക കോടതി വേണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിയമമന്ത്രാലയം തീരുമാനിച്ചാൽ മതി. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ കേസ്, അല്ലെങ്കിൽ ഹൈക്കോടതികളിൽ കിടക്കുന്ന 100 കണക്കിന് കേസുകൾ, ലക്ഷക്കണക്കിന് കേസുകളുടെ കൂട്ടത്തിൽ വേണം ഈ ഇലക്ഷൻ പെറ്റീഷൻ കയറിപ്പോൻ. അത്ര വലിയ അർജൻറ്റ് മാറ്ററായിട്ടൊന്നും എടുക്കത്തില്ല. അർജൻസിയോടൊന്നും ആര് ബോധ്യപ്പെടുത്താനാണ്? എത്രയോ ഇലക്ഷൻ കേസുകൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്, വീണ്ടും പറയാം. പക്ഷേ ഈ ജനങ്ങളുടെ മുന്നിൽ ഇത് എത്തണം. ഈ BJP സർക്കാരിനെ, നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ ഇവർ എല്ലാ തരത്തിലും നഗ്നമായ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വായിച്ച മെയ് 2-ന് ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയ എല്ലാ പാർട്ടികൾക്കും അയച്ച കത്ത്. പക്ഷെ എനിക്ക് സങ്കടം അതല്ല. രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു, ഓക്കെ, അത് ശരിയല്ല, അധാർമികമാണ്. എങ്കിൽ പോലും ഇങ്ങനൊരു വിലക്ക് ഇങ്ങനെ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു കത്തയച്ചു എന്നുള്ള അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു സംഭവം നടന്നിട്ട് ഒരു പത്രത്തിലും ഒരു ചാനലിലും വാർത്തയായില്ലല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ NDA സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാൻ എന്തെല്ലാം മെക്കാനിസങ്ങളാണ് വർക്ക് ചെയ്തല്ലേ? വിദേശ രാജ്യങ്ങൾ മുതൽ, അവിടെ നിന്നുള്ള ഫണ്ട് മുതൽ, വ്യാജ വാർത്തകൾ മുതൽ, ഇങ്ങനെ മാധ്യമങ്ങളെ മൊത്തത്തിൽ നിശബ്ദരാക്കുകയോ വിലക്കെടുക്കുകയോ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നമ്മളെപ്പോലെ വല്ലപ്പോഴുമൊക്കെ സർക്കാരിന് അനുകൂലമായി പറയുന്ന ദേശീയതയുടെ പക്ഷത്ത് നിൽക്കുന്ന ചാനലുകളൊക്കെ ഓൺലൈനിൽ പോലും ഡൗൺ ആക്കുന്ന ഉൾപ്പെടെയുള്ള കാലങ്ങൾ. ഇപ്പോഴും നമ്മൾ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കയറിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു നിശബ്ദമായ ഒരു ചവിട്ടിത്താഴ്ച വരുന്നുണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഒരു സർക്കാരിനെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് കളയാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള അധാർമികമായ മാർഗങ്ങളും സ്വീകരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ഇത് ജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് മെയ് 2-ലെ ഈ കത്ത് നമ്മുടെ പക്കലും കിട്ടുന്നത് ഇന്ന് മാത്രമാണ്. അത് കിട്ടിയ പാടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മൾ നടത്തിയത്. ഇനിയും ഒരുപാട് കഥകൾ പിന്നാലെ വരുമായിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.